ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP-UP 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയും ഇന്നുമായി നമുക്ക് പഠിക്കേണ്ട ഇംഗ്ലീഷിൻ്റെ ഭാഗത്തെ ടോപ്പിക്കായിട്ടുള്ള ടെൻസ് ആൻഡ് ടൈമും പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത്, മീര യൂഷ്വലി ഡാഷ് ദി ചർച്ച് ട്വൈസ് ഇൻ എ മന്ത്. ബ്രാക്കറ്റിൽ വിസിറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ യൂഷ്വലി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ വിസിറ്റിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ഫോം ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എ വിസിറ്റഡ്, ഹാഡ് വിസിറ്റ്, വിസിറ്റ്, വിസിറ്റ്സ്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഫോമിൽ വിസിറ്റും വിസിറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റ് നോക്കുക, മീര എന്നാണ്, സിംഗുലാർ നൗണാണ്, അതുകൊണ്ട് വിസിറ്റ്സ് എന്നാണ് എഴുതേണ്ടത്. അതേസമയം പ്ലൂരൽ നൗണാണ് വന്നതെങ്കിൽ വിസിറ്റ് എന്നായിരിക്കും എഴുതേണ്ടത്. നമ്മൾ സാധാരണയായി ചെയ്യുന്ന റെഗുലറായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ് എഴുതേണ്ടത്. ഇവിടെ മീര സാധാരണയായി ചർച്ചിൽ 2 തവണ പോവാറുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, പാരൻസ് സേ ദാറ്റ് ദി ടൈം ചിൽഡ്രൻ സ്പെൻഡ് ഇൻ റീഡിംഗ് ഡാഷ് ഇൻ റീസെൻറ്റ് ടൈംസ്. ഓപ്ഷൻസ് ഹാസ് ഡിക്രീസ്ഡ്, വിൽ ഡിക്രീസ്, ഡിക്രീസ്, ഡിക്രീസസ്. ഇവിടെ റീസെൻറ്റ് ടൈംസ് എന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യുക. റീസെൻ്റ്ലി, റീസെൻറ്റ് ടൈംസ്, ഇതൊക്കെ പ്രസൻറ്റുമായി അടുത്ത് നിൽക്കുന്ന വാക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസോ ഹാവോ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ വെർബിൻ്റെ 3ാമത്തെ ഫോമാണ് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ഓപ്ഷനാണ് ഓപ്ഷൻ എ, ഹാസ് ഡിക്രീസ്ഡ്. Parents say that the time children spend in reading has decreased in recent times. ഇതുപോലെ ഓരോ സെൻറ്റൻസിലും ഓരോ നമുക്ക് ഹിൻഡ് തരുന്ന വേർഡ്സ് ഉണ്ടാവും. അതെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം, when I went home, Ben dash on the sofa. ഞാൻ വീട്ടിൽ പോയപ്പോൾ ബെൻ സോഫയിൽ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് പാസ്റ്റിൽ കഴിഞ്ഞതും ഒന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെൻ ഐ വെൻറ്റ് ഹോം ബെൻ വാസ് ലൈയിങ് ഓൺ ദി സോഫ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് അത് കണ്ടിന്യൂസ് ആണോ അതോ പാസ്റ്റ് ആണോ എന്നെല്ലാം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം. അടുത്തത്, എല്ലാ എക്സാമിനും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ദേ ഡാഷ് ഹോം ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. ഇവിടെ മീനിങ് നോക്കുക, അവരവരുടെ ജോലി കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോയി എന്നാണ് പറയുന്നത്. രണ്ടും പാസ്റ്റിൽ നടന്ന ആക്ഷനാണ്. 2 കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് എഴുതേണ്ടത്, രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ് ആദ്യം നടന്നത്? ജോലി പൂർത്തിയാക്കുകയാണ് ആദ്യം ചെയ്തത്, എന്നിട്ടാണ് അവർ വീട്ടിൽ പോയത്. രണ്ടാമതാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ഹാഡ് ഫിനിഷ്ഡ് എന്നാണ് ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ആദ്യം നടന്നതിൻ്റെ കൂടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത് നടന്നത് വീട്ടിൽ പോയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് എഴുതണം? സിമ്പിൾ പാസ്റ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഗോ എന്നതിൻ്റെ സിമ്പിൾ പാസ്റ്റ് വെൻറ്റ് ആണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ, വെൻറ്റ്. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്. ഓപ്ഷൻസ് നോക്കാം. വെൻ ഹി ഹാഡ് എൻറ്റേർഡ് ദി തിയേറ്റർ ദി ഷോ ഹാഡ് ഓൾറെഡി ബിഗൺ. വെൻ വി എൻറ്റേർഡ് ദി തിയേറ്റർ ദി ഷോ ഹാഡ് ഓൾറെഡി ബിഗൺ. When we entered the theatre, the show had already begun. When we entered the theatre, the show had already begun. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായി വരുന്നത്. When we entered the theatre, the show had already begun. ഞങ്ങൾ തിയേറ്ററിൽ എത്തുമ്പോഴേക്കും ഷോ ആരംഭിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ആദ്യത്തെ 3 ഓപ്ഷനിലും ലാസ്റ്റ് പാർട്ട് സെയിം ആണ്. ദി ഷോ ഹാഡ് ഓൾറെഡി ബിഗൺ എന്നാണ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ദി ഷോ ഹാഡ് ഓൾറെഡി ബിഗിൻ എന്നാണ്. അപ്പം തന്നെ നമുക്കത് കട്ട് ചെയ്യാം. കാരണം ഹാഡ്, ഹാസ്, ഹാവ് വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ 3ാമത്തെ ഫോമാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ബിഗിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഡി കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള 3 ഓപ്ഷനിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അർത്ഥം കറക്റ്റായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഓപ്ഷൻ സി നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും.
നമ്മൾ ഷോ കാണാൻ പോവാണ്, പ്രതീക്ഷിക്കുന്നതിന് മുൻപേ മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്ന സമയത്ത് ആദ്യം സംഭവിച്ച കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം സിമ്പിൾ പാസ്റ്റിലായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വെൻ വി എൻറ്റേർഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റായി വരുന്നത്. വെൻ വി എൻറ്റേർഡ് ദി തിയേറ്റർ ദി ഷോ ഹാഡ് ഓൾറെഡി ബിഗൺ. സിമ്പിളായി പറയുകയാണെങ്കിൽ വെന്നിന് ശേഷം സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന വെർബ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അടുത്ത ചോദ്യം, ഹി ആസ്ക്ഡ് ദി ഗോൾഡ് സ്മിത്ത് ടു മേക്ക് എ റിംഗ് ലൈക്ക് ദി വൺ ഹി ഡാഷ് ഫ്രം ഹിസ് ഫാദർ. ഇൻഹെറിറ്റ് എന്നാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് ഇൻഹെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് അവൻ പറയാണ് ഒരു റിങ് ഉണ്ടാക്കണം, അത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയതുപോലുള്ള റിങ് ആയിരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെയും 2 ആക്ഷനാണ്. ആ 2 ആക്ഷനും കംപ്ലീറ്റഡ് ആക്ഷനാണ്. കംപ്ലീറ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിച്ചതിൻ്റെ കൂടെ എഴുതേണ്ടത് നമ്മൾ പറഞ്ഞതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. രണ്ടാമത് സംഭവിക്കുന്നതിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആദ്യം കിട്ടിയത് അച്ഛനിൽ നിന്നും ഒരു മോതിരമാണ് കിട്ടുന്നത്. അത് ആദ്യം നടന്നതാണ്. അതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലേക്ക് വരുന്നത്. ഹാഡ് ഇൻഹെറിറ്റഡ് എന്നാണ് വരുന്നത്. ഹി ആസ്ക്ഡ് ദി ഗോൾഡ് സ്മിത്ത് ടു മേക്ക് എ റിംഗ് ലൈക്ക് ദി വൺ ഹി ഹാഡ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് ഫാദർ. അടുത്ത ചോദ്യം, ഹെവി ഡൗൺ പോർ ഡ്യൂറിങ് ദി പ്രീവിയസ് വീക്ക് ഡാഷ് ദി ഹോൾ ഏരിയ. തന്നിട്ടുള്ള ഓപ്ഷൻ ഹാഡ് ഇനുണ്ടേറ്റഡ്, ഹാസ് ഇനുണ്ടേറ്റഡ്, ഹാഡ് ബീൻ ഇനുണ്ടേറ്റഡ്, ഈസ് ഇനുണ്ടേറ്റഡ്. ഇവിടെ ഇനുണ്ടേറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലഡ് എന്നാണ്. ഇനുണ്ടേറ്റിൻ്റെ സിനോണിംസ് ആണ് ഓവർഫ്ലോ, സബ്മേർജ്, എൻഗൾഫ്. സെൻറ്റൻസിൽ പ്രീവിയസ് വീക്ക് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ വരേണ്ടത്. ഹെവി ഡൗൺ പോർ ഡ്യൂറിങ് ദി പ്രീവിയസ് വീക്ക് ഹാഡ് ഇനുണ്ടേറ്റഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഹീ വിൽ ഹാവ് റീച്ച്ഡ് ദുബായ് ബൈ നെക്സ്റ്റ് വെനസ്ഡേ. ഐഡൻറ്റിഫൈ ദി ടെൻസ് ഓഫ് ദി സെൻറ്റൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടി വിൽ എന്നുള്ള വാക്ക് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പെർഫെക്റ്റിനെ കാണിക്കാനായി ഹാവും ഉണ്ട്. കണ്ടിന്യൂസിൻ്റെ ഫോമായിട്ടുള്ള ING ആ സെൻറ്റൻസിലില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് കട്ട് ചെയ്യാം. പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഓപ്ഷൻ എ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് കറക്റ്റ് ടെൻസ്. അടുത്തത്, റീഡ് ദി ഹെഡ്ലൈൻസ് ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസസ്. റാണ കൺവിക്റ്റഡ് ഫോർ മർഡർ ഡാഷ് ഫ്രം ദി കോർട്ട്. ദി പോലീസ് ഈസ് ലുക്കിംഗ് ഫോർ ഹിം. ആൻസറായി വരുന്നത് ഹാസ് എസ്കേപ്ഡ് എന്നാണ്. റാണ കൺവിക്റ്റഡ് ഫോർ മർഡർ ഹാസ് എസ്കേപ്ഡ് ഫ്രം ദി കോർട്ട്. ദി പോലീസ് ഈസ് ലുക്കിംഗ് ഫോർ ഹിം. അടുത്തത്, ദർ യൂസ്ഡ് ടു ബി എ ടൈം വെൻ ഐ ഡാഷ് റൺ 3 miles അറ്റ് എ സ്ട്രെച്ച്. ഇവിടെ സെൻറ്റൻസിൽ യൂസ്ഡ് ടു വന്നതുകൊണ്ട് പാസ്റ്റ് ഹാബിറ്റിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റ് ഫോമിലുള്ള ഓക്സിലറി വെർബാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓടാൻ സാധിക്കുമെന്നുള്ള അർത്ഥത്തിൽ കുഡാണ് ആൻസറായിട്ട് വരുന്നത്. ദർ യൂസ്ഡ് ടു ബി എ ടൈം വെൻ ഐ കുഡ് റൺ 3 miles അറ്റ് എ സ്ട്രെച്ച്. അടുത്തത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഹീ കൺഗ്രാജുലേറ്റഡ് മീ ഡാഷ് മൈ സക്സസ്. ഇവിടെ കൺഗ്രാജുലേറ്റഡ് എന്ന വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് ഓൺ ആണ്. ഓൺ എന്നുള്ള പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. കൺഗ്രാജുലേറ്റ് എന്ന വെർബിൻ്റെ കൂടെ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അതേസമയം അതിൻ്റെ നൗൺ ഫോമായിട്ടുള്ള കൺഗ്രാജുലേഷൻ, കൺഗ്രാറ്റ്സ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പ്രിപ്പോസിഷനായി ഉപയോഗിക്കേണ്ടത് ടു ആണ്. ഗ്രേറ്റ് പീപ്പിൾ ഓൾവേസ് പ്രിഫർ പീസ് ഓഫ് മൈൻഡ് ഡാഷ് മണി. സാധാരണ പ്രിഫറിൻ്റെ കൂടെ ടു ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രിപ്പോസിഷനായിട്ട് വരുന്നത് ആൻസറായി വരുന്നത് ടു ആണ്. ഗ്രേറ്റ് പീപ്പിൾ ഓൾവേസ് പ്രിഫർ പീസ് ഓഫ് മൈൻഡ് ടു മണി. ടു വരുന്ന മറ്റു വാക്കുകൾ നമുക്ക് നോക്കാം. എൽഡർ ടു, പ്രയർ ടു, ജൂനിയർ ടു, മേജർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, പ്രിഫർ ടു, ഇൻറ്റീരിയർ ടു, സീനിയർ ടു, മിറർ ടു, സുപ്പീരിയർ ടു, എക്സ്റ്റീരിയർ ടു.
ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ORൽ അവസാനിക്കുന്ന ഇത്രയും വാക്കുകളുടെ കൂടെ ടു ആണ് പ്രിപ്പോസിഷനായി ഉപയോഗിക്കേണ്ടത്. ഇത് പലതവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും. അടുത്തത് ദേ ടുക്ക് ദി പോട്ട് ഡാഷ് ദി ഓൾഡ് മാൻ. അവിടെയും ടു ആണ് ആൻസറായിട്ട് വരുന്നത്. ദേ ടുക്ക് ദി പോട്ട് ടു ദി ഓൾഡ് മാൻ. ഇവിടെ ഡയറക്ഷൻ പറഞ്ഞതുകൊണ്ടാണ് ടു എന്ന് വന്നത്. അടുത്തതും പലതവണ PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ അപ്പ് ദി ബ്ലാങ്ക് ഇൻ ദി സെൻറ്റൻസ് ഗിവൺ. ഐ പ്രിഫർ കോഫി ഡാഷ് ടീ. സാധാരണ എല്ലാവർക്കും ദാൻ എന്ന് എഴുതാൻ തോന്നും, പക്ഷേ അവിടെ പ്രിഫർ ടു ആണ് എഴുതേണ്ടത്. ഐ പ്രിഫർ കോഫി ടു ടീ. അടുത്തത് ജിം വാസ് അക്യൂസ്ഡ് ഡാഷ് സ്റ്റീലിംഗ് ദി വാച്ച്. ഓഫ് ആണ് പ്രിപ്പോസിഷനായിട്ട് വരുന്നത്. അക്യൂസ്ഡിൻ്റെ കൂടെ ഓഫ് ആണ് പ്രിപ്പോസിഷനായിട്ട് എഴുതുന്നത്. ജിം വാസ് അക്യൂസ്ഡ് ഓഫ്. ജിം വാസ് അക്യൂസ്ഡ് ഓഫ് സ്റ്റീലിംഗ് ദി വാച്ച്. അതുപോലെ തന്നെയാണ് അഷെയിംഡ് ഓഫ്, കോൺഫിഡൻറ്റ് ഓഫ്. അഷെയിംഡിൻ്റെ കൂടെയും കോൺഫിഡൻറ്റിൻ്റെ കൂടെയും ഓഫാണ് നമ്മൾ പ്രിപ്പോസിഷനായിട്ട് എഴുതേണ്ടത്. ഹീ ഈസ് പ്രൗഡ് ഡാഷ് ഹിസ് വെൽത്ത്. ഓഫാണ് പ്രിപ്പോസിഷൻ വരുന്നത്. ഹീ ഈസ് പ്രൗഡ് ഓഫ് ഹിസ് വെൽത്ത്. ഇനി ഓഫ് പ്രിപ്പോസിഷനായി വരുന്ന വാക്കുകൾ നോക്കാം. അഫ്രൈഡ് ഓഫ്, ഡിവോയ്ഡ് ഓഫ്, അവെയർ ഓഫ്, പെർസ്യൂട്ട് ഓഫ്, റെക്ലെസ് ഓഫ്, ഡിപ്രൈവ് ഓഫ്, എൻവിയസ് ഓഫ്, ഫൗണ്ട് ഓഫ്, അവെയർ ഓഫ്. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടേ നമുക്കിതെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അഫ്രൈഡ് ഓഫ്, ഡിവൈഡ് ഓഫ്, അവെയർ ഓഫ്, പെർസ്യൂട്ട് ഓഫ്, റെക്ലെസ് ഓഫ്, ഡിപ്രൈവ് ഓഫ്, എൻവിയസ് ഓഫ്, ഫൗണ്ട് ഓഫ്, അവെയർ ഓഫ്. അടുത്ത ചോദ്യം, ഹി ഹാസ് ബീൻ ഇൽ ഡാഷ് 3 days. ഇവിടെ സമയത്തിൻ്റെ ലെങ്ത്താണ് പറഞ്ഞിട്ടുള്ളത്. 3 days എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് 4 ആണ് ആൻസറായിട്ട് വരുന്നത്. ഹി ഹാസ് ബീൻ ഇൽ ഫോർ 3 days. ഡാഷിന് ശേഷം മൺഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്നൊക്കെ തരികയാണെങ്കിൽ അതിന് മുൻപായിട്ട് സിൻസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. മൺഡേ മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ എന്നുള്ള അർത്ഥത്തിലാണ് സിൻസ് ഉപയോഗിക്കുന്നത്. ലെങ്ത് ഓഫ് പീരീഡ് തരികയാണെങ്കിൽ, എത്ര കാലയളവാണ് എന്ന് കാണിക്കുകയാണെങ്കിൽ അവിടെ 4 ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത്, ദിസ് ഹാസ് ബീൻ എ വണ്ടർഫുൾ ഇവൻറ്റ് ആൻഡ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് ഡാഷ് ഓൾ ഓഫ് അസ് ടു നൈറ്റ്. ഇവിടെ സെൻറ്റൻസിലെ മീനിങ് എല്ലാവർക്കും വേണ്ടി സംസാരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആൻസറായി വരുന്നത് 4 ആണ്. സ്പീക്ക് ഫോർ ഓൾ ഓഫ് അസ്. ദിസ് ഹാസ് ബീൻ എ വണ്ടർഫുൾ ഇവൻറ്റ് ആൻഡ് ഐ സ്റ്റാൻഡ് ബിഫോർ യു ടു സ്പീക്ക് ഫോർ ഓൾ ഓഫ് അസ് ടു നൈറ്റ്. അടുത്തത്, ദി ടൈഗർ വാസ് കിൽഡ് ബൈ ഫെർണാഡോ ഡാഷ് എ ഗൺ. വിത്താണ് വരുന്നത്. ഫെർണാഡോ ഇവിടെ ഒരു ടൈഗറിനെ കൊല്ലുകയാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിത്ത് എ ഗൺ. ദി ടൈഗർ വാസ് കിൽഡ് ബൈ ഫെർണാഡോ വിത്ത് എ ഗൺ. എന്തുപയോഗിച്ചാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന സമയത്ത് എപ്പോഴും വിത്താണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത്, ദി പുവർ മാൻ ഈസ് അഫക്റ്റഡ് ഡാഷ് ആർത്രൈറ്റിസ്. ഇവിടെയും വിത്താണ് ആൻസറായി വരുന്നത്. ദി പുവർ മാൻ ഈസ് അഫക്റ്റഡ് വിത്ത് ആർത്രൈറ്റിസ്. അഫക്റ്റിൻ്റെ കൂടെ വിത്താണ് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കേണ്ടത്. അഫക്റ്റും എഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വയ്ക്കുക. അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാധിക്കുക എന്നാണ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫലം എന്നാണ്. അടുത്തത്, ഗ്ലൂക്കോസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡാഷ് ഓഫ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഗ്രീൻ ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. ആൻസറായി വരുന്നത് ഫ്രം ദി റിയാക്ഷൻ. ഒന്നിൽ നിന്ന് മറ്റൊന്ന് നിർമ്മിക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഗ്ലൂക്കോസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി റിയാക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഗ്രീൻ ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. അടുത്തത്, റോഡ് കണ്ടീഷൻസ് ആർ നോട്ട് ഗുഡ് റൗണ്ട് ദി ഇയർ ഇൻ കേരള ഡാഷ് ദി ലോങ് റെയിനി സീസൺ വി ഹാവ് ഹിയർ. കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. അതിന് കാരണം അവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന ലോങ് ആയിട്ടുള്ള ഒരുപാട് കാലം നിലനിൽക്കുന്ന റെയിനി സീസൺ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കാരണം എന്ന അർത്ഥം വരുന്ന ഓപ്ഷൻ വേണം നമ്മൾ എഴുതാനായിട്ട്. റോഡ് കണ്ടീഷൻസ് ആർ നോട്ട് ഗുഡ് റൗണ്ട് ദി ഇയർ ഇൻ കേരള ഡ്യൂ ടു എന്നാണ് ആൻസറായി വരുന്നത്. ഡ്യൂ ടു ദി ലോങ് റെയിനി സീസൺ വി ഹാവ് ഹിയർ. അടുത്തത്, ദി ഗേൾ വാസ് ഗുഡ് സിംഗർ ഡാഷ് ബീയിങ് എ ഡാൻസർ. ഓപ്ഷൻസ് ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്
ടു. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പെൺകുട്ടി നല്ലൊരു സിംഗറാണ്, അതേപോലെ തന്നെ ഡാൻസറുമാണ്. അപ്പോൾ സിംഗറും ആണ് ബിസൈഡ്സ് ബീയിങ് എ ഡാൻസർ. ആൻസർ ഓപ്ഷൻ സി ആണ് ബിസൈഡ്സ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, ഡാൻസറുമാണ് കൂടാതെ സിംഗറുമാണ്. ആ ഒരു അർത്ഥത്തിലാണ് ബിസൈഡ്സ് എന്ന ആൻസറായി വരുന്നത്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികെ എന്നാണ്, അരികിൽ എന്നാണ് ബിസൈഡ് എന്ന് പറഞ്ഞ അർത്ഥം. അടുത്തത് വി സ്വാം ഡാഷ് ദി റിവർ. ഓപ്ഷൻസ് എഗെയിൻസ്റ്റ്, എക്രോസ്, എലോങ്, ഡൗൺ. എക്രോസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്ലേസിൽ നിന്നും ഒരു സൈഡിൽ നിന്നും അടുത്ത സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന് എക്രോസ് എന്നാണ് പറയുന്നത്. അപ്പം നദിയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്, അതുകൊണ്ടാണ് എക്രോസ് എന്ന് വരുന്നത്. ഹി സ്വാം എക്രോസ് ദി റിവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്